റബീഉൽ അവ്വൽ വരും, നമ്മളിവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയോ? ഈ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകണ്ടേ? എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ മതിയാവുള്ളൂ എന്ന് ഉറച്ച തീരുമാനം ഉണ്ടായാൽ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, തെറ്റുകാരായ മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമോ സ്വപ്നത്തിൽ? സ്വാലിഹീങ്ങൾ മാത്രമാണോ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുക എന്ന് നവവി ഇമാമിനോട് ചോദിച്ചപ്പോൾ നവവി ഇമാം പറഞ്ഞു, അല്ലല്ലോ, സ്വാലിഹീങ്ങൾ മാത്രമേ കാണുള്ളൂ എന്ന് ആര് പറഞ്ഞു? അല്ല, തെറ്റുകാർക്കും കാണാം. ആ സംശയ ഉത്തരം കിതാബിൽ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. ഫതാവ നവവിയിൽ ഈ മസ്അല ഉണ്ട്. നമുക്കും കാണണം കൂട്ടുകാരെ. എത്ര മനുഷ്യന്മാർ തങ്ങളെ കണ്ട് നന്നായിട്ടുണ്ട്, എത്ര പേര് നന്നായിട്ട് തങ്ങളെ കണ്ടിട്ടുണ്ട്, എത്ര ചെറുപ്പക്കാരികൾ പരിചയമുള്ളവരും അല്ലാത്തവരും എത്ര പേര് കണ്ടു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ തന്നെ എത്ര പ്രായമുള്ള ആൾക്കാർ കണ്ടവരാണ്, നമ്മുടെ ഉസ്താദുമാരിൽ എത്ര പേര് കണ്ടവരാണ്. നമുക്കൊന്ന് കാണണം. അതിൻ്റെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണ് റൗള സിയാറത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും. ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്തിന് തൗഫീഖ് കിട്ടിയാൽ അയാൾ കാഫിറായിട്ട് മരിക്കൂല. അയാളുടെ മരണം ഈമാനോടെ ഷുവറ. അല്ലാ, നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. കാരണം മൻ സാറ ഖബരി വജബത ലഹു ശഫാഅത്തി, എൻ്റെ റൗള സിയാറത്ത് ചെയ്താൽ അവൻക്ക് ശഫാഅത്ത് കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ശഫാഅത്ത് കിട്ടൽ മുഅ്മിനീങ്ങൾക്കല്ലേ? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം സുബൈക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈമാനോടെ മരണപ്പെടും എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡയറക്റ്റ് സലാം മടക്കും. റൗള സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതൊക്കെ ചൊല്ലിയാൽ നേരെ മലക്കുകൾ അത് പൊതിഞ്ഞിട്ട് റൗളയിലേക്ക് കൊണ്ടുപോകല. മലക്കുകൾ വഴിയാണ് അത് സ്വീകരിക്കുന്നതൊക്കെ. എന്നാൽ റൗളൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ സലാം പറഞ്ഞാൽ അവിടെ മലക്കുകളല്ല കൈകാര്യം ചെയ്യും, നേരെ വഅലൈക്കും അസ്സലാം എന്ന അവിടുത്തെ ചുണ്ടുകൊണ്ട് മടക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, തങ്ങൾ നമ്മളോടെങ്ങാനും ഒരു വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ മോൻ രക്ഷപ്പെടട്ടെ, മോൾക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ എന്നല്ലേ അർത്ഥം. ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുവോ? ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുവോ? നബിയെ, മഴയില്ല നബിയെ, ജീവികൾ ചത്തൊടുങ്ങുകയാണ് നബിയെ എന്ന് നബി തങ്ങൾ മിമ്പറിൽ ഉണ്ടാവുമ്പോൾ ഒരു സഹാബി പറഞ്ഞപ്പോൾ തങ്ങൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ്, മഴ തരണേന്ന് പറഞ്ഞു. വാഹിയത്തി സനത ശഹബാ ദഅവതു, ബുർദയിലുണ്ടല്ലോ, തങ്ങൾ ദ്വാരുന്നപ്പോൾ ചറപറാ മഴ, പേമാരി സമാനമായ മഴ. അടുത്ത ആഴ്ച അതേ സഹാബിയോ അല്ലെങ്കിൽ വേറൊരാളോ വന്നിട്ട് പറഞ്ഞ ദുആ എന്താണെന്നറിയോ? മതി നബിയെ മതി, ഇത് എമ്മാതിരി മഴയാ വീണത്, മതി. അതാ തങ്ങളുടെ ദുആന്റെ റിസൾട്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല നബിയേ, കുറേ കാലമായി എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പം അടുത്ത് എനിക്ക് ഭയങ്കര അസഹനീയമായ ഒരു പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ഉമ്മ തങ്ങളെ വേണ്ടാത്തരം പറയുന്നു, ചീത്ത വിളിക്കുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അബൂ ഹുറൈറ തങ്ങളോട് തങ്ങൾ ചോദിച്ചു, മോനിക്കെന്താ വേണ്ടത്? തങ്ങളൊന്ന് കൈ ഉയർത്തി ദുആ ചെയ്ത് തന്നാൽ മതി. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറന്റെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേന്നൊന്ന് ദ്വാരത്താ മതി. ദ്വാരന്ന് കൊടുത്തു തങ്ങൾ. അബൂ ഹുറൈറങ്ങൾക്ക് ഉറപ്പാ ദുആ സ്വീകരിക്കുമല്ലോ, എന്നെങ്കിലും എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വരുമെന്ന് ഉറപ്പല്ലേ. അബൂ ഹുറൈറ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പതിവിന് വിപരീതമായി വീടൊക്കെ ഭയങ്കരമായിട്ട് അടച്ചിട്ടുള്ളത്. എന്തോ ഒരു വെള്ളത്തിൻ്റെ കളകളാരവ ശബ്ദവും. ഉമ്മാന്ന് വിളിച്ചപ്പം മഹ്ലൻ യാ അബൂ ഹുറൈറ, സ്റ്റോപ്പ് ദേർ അബൂ ഹുറൈറ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ദേർ. അവിടെ അബൂ ഹുറൈറ വെയിറ്റ് ചെയ്യും. എന്തേ? കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഉമ്മ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഇസ്ലാമിലേക്ക് വരിക. ഇപ്പം ദ്വാരന്നിട്ടേ ഉള്ളൂ, റിസൾട്ട് ഇവിടെ കാണാം.
ഈ തങ്ങൾ റൗലയിന്ന് വഅലൈക്കും സലാം എന്ന് പറയുന്ന ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ. ഇത് റൗല സിയാറത്ത് എന്നല്ലേ കിട്ടുക? അല്ലാ. 2. മൂന്നാമത്തത് മൻ സാറ ഖബരി, എൻ്റെ റൗല ഒരുത്തൻ സിയാറത്ത് ചെയ്താൽ വജബത്ത്, തീർച്ചയായിട്ടും കിട്ടും, ലഹു, എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടും, സ്പെഷ്യൽ കിട്ടും. എന്ത്? ഷഫാത്തി, എൻ്റെ ഷഫാത്ത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഷഫാത്ത് കിട്ടും. അതിന് മഹാന്മാർ വിശദീകരിക്കുന്ന എന്താ പറയുക, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു റെക്കമെൻഡ് തങ്ങൾ നടത്തും അത്ര. ഇനി അഥവാ അയാൾ സ്വർഗത്തിലാണെങ്കിൽ ചെറിയ പോസ്റ്റല്ല, കുറച്ച് ഹൈ പോസ്റ്റ് തന്നെ കൊടുക്കണേ, കാരണം അയാൾ എന്നെ മദീനയിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അഥവാ അയാൾ എന്തെങ്കിലും കുടുങ്ങുന്ന കേസിൽ പെടുന്ന ആളാണെങ്കിൽ റൗല സിയാറത്ത് ചെയ്ത ബർക്കത്തുകൊണ്ട് ആ ചോദ്യം ചോദിച്ചാലും മൂപ്പര് കുടുങ്ങാൻ സാധ്യതയുണ്ട്. വിചാരണ വേണ്ട, സ്വർഗത്തിലേക്ക്. റൗല സിയാറത്തിൻ്റെ പവർ കണ്ടങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണ ഒരാളെ വിളിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും റൗല സിയാറത്ത് ചെയ്യാനുള്ള എണ്ണം അയാൾക്ക് ഉണ്ടാവുക. 1 തവണയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 1 വട്ടം മദീനയിൽ പോകും. 2 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ 2 വട്ടം പോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി പഴയ ആലമുൽ അർവാഹിൽ നിന്ന് ഉണ്ടായപ്പോൾ എത്ര തവണയാണോ ഉത്തരം കിട്ടിയത്, എത്ര തവണയാണോ വിളി ഉണ്ടായത്, അതിനനുസരിച്ച് ഹജ്ജിൻ്റെ എണ്ണം കൂടുക. അതിന് സമാനമാണ് റൗല സിയാറത്തും എന്ന് ഹുസ്നു തവസ്സുൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. പോകണം നമുക്ക് റൗലയിൽ. അതിന് 2 വഴിയുണ്ട്. ഒന്ന് ഹാജ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് ദ്വാരുന്നാൽ മതി. 2 ആത്മാർത്ഥമായി വുളുവോടെ ബുർദ ഇല്ലാ മതി. റൗല സിയാറത്തിന് തൗഫീഖ് കിട്ടുമെന്ന് അൽ ഫർദ ഫി ശർഹിൽ ബുർദ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ് തങ്ങളൊന്ന് കാണണം, തങ്ങൾ മദീനയിലൊന്ന് എത്തണം. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തുനിന്ന് പുറത്തിറങ്ങുമ്പം തന്നെ വിചാരിക്കണത് അഥവാ ആരെങ്കിലും ശത്രു എന്നെ ഓടിച്ചാൽ വേഗം മാളത്തിലേക്ക് എന്നെ തിരിച്ചു വരാം. അതേപോലെ മോമിനിയങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വേഗം ഒന്ന് മദീനയിലേക്ക് പോയിട്ട് എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അള്ളാഹു നമ്മൾ ഒരുപാട് തവണ മദീനയിൽ എത്തിക്കുമാറാവട്ടെ. 2ാമത്തെ അടയാളം അതുകൂടി പറഞ്ഞ് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. 2ാമത്തെ അടയാളം കസറത്തു സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അയാളുടെ ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സ്വലാത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സ്വലാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുന്യവിയും ഉഖ്റവിയുമായ ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമാണ് സ്വലാത്ത്. എന്തോ വിസന്റെ കേസ്, ലൈസൻസ് പാസ്സാവണില്ല, ഡ്രൈവിംഗ് പാസ്സാവണില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിസ്കാരത്തിൽ ഒരു ഖുശൂ കിട്ടണില്ല, ഇബാദത്തിനില്ല ലദ്ദത്ത് കിട്ടുന്നില്ല, തെറ്റെന്ന് മാറിയിക്കാൻ കഴിയണില്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ മോനെ സ്വലാത്ത് പരിഹാരമാണെന്ന് ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും സ്വലാത്ത് പരിഹാരമാണ്. അത് ചെറിയ പ്രശ്നമാവട്ടെ വലിയ പ്രശ്നമാവട്ടെ, ഏതായാലും മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സാദാത്തുക്കളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. അവരുടെ തണലിലായി, നമ്മുടെ ഉസ്താദുമാരുടെ തണലിലായി ഒരുപാട് കാലം ദീനി ഖിദ്മത്ത് എടുക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാ ഞാൻ അവസാനിപ്പിച്ചു. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത എണ്ണ എപ്പോഴും വേണം. ഞങ്ങളോട് വെറുതെ ചോദിക്കുക, ഇപ്പം സമയം 10 മണി കഴിഞ്ഞു, ഇവിടെ 12 മണി വരെ ഇരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിക്കാൻ ചാൻസ് തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കോ? അങ്ങനെ ഇരിക്കുന്നവർ കൈ നോക്കിയേ. സോറി, 12 മണി പറഞ്ഞു പോയതാണ്. സുബി വരെ കൈ താവുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല. നാളെ 10 മണി വരെ കൈ താഴ്ത്തിക്കോളി. നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് ഇഷ്ടം റസൂലുള്ളാഹിനോട് തന്നെ. അതൊരു വഹാബി വന്നാലും നടക്കൂല മാറ്റാൻ, ഉറപ്പ്. അത് ഉറപ്പ്. അതാണ് ഈ കൈ ഉയർത്തലിൻ്റെ അർത്ഥം. അള്ളാഹുയെ കബൂലാക്കണേ റഹ്മാനെ. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ, നബിദിനത്തിൻ്റെ തോരണം കെട്ടാൻ അവർക്ക് തിരക്കൊന്നുമില്ല.
എത്ര മുടിയൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ സംഭവം തലേന്ന് ഡെക്കറേഷൻ ബൾബ് കത്തിക്കാനും കെട്ടാനൊക്കെ ഉറക്കൊഴിയും. സത്യത്തിൽ റമദാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാസമെങ്കിലും നമുക്ക് ഒരുതരം എന്തോ ഒരു സാധനം ടേസ്റ്റ് വരുത്ത് റമദാനിലല്ല, പിന്നെ റബീഉൽ അവ്വലില. പൈസ ഉണ്ടെങ്കിൽ പോക്ക് നിർബന്ധം മക്കത്താണ് ഹജ്ജിന്, പക്ഷെ നമുക്ക് വേഗം എത്താൻ ഇഷ്ടം മദീന തന്നെയാണ്. അതൊരു മഹബത്താണ്. നിയമത്തിൻ്റെ സ്കെയിൽ കൊണ്ടൊന്നും അത് അളക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചാൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പാണല്ലോ. അതെ, നിങ്ങൾ നേരത്തെ കൈ ഉയർത്തി 12 മണി വരെ ഇരിക്കാൻ തയ്യാറാണ്, തങ്ങളെ കൈ 5 മിനിറ്റ് പിടിക്കാൻ ചാൻസ് വരും. 5 മിനിറ്റ് ഇല്ല, 1 മിനിറ്റേ പിടിക്കാൻ തരുള്ളൂ. എന്നാലും അങ്ങനെ തന്നെയല്ലേ, മാറ്റമുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഒറ്റ ഹദീസിന് അർത്ഥം വെക്കുന്നു. ആരെങ്കിലും എല്ലാ ദിവസവും 50 സ്വലാത്ത് എല്ലിയാൽ സ്വാഫഹത്തുഹു യൗമൽ ഖിയാമ, ഞാനും അവനും തമ്മിൽ പരലോകത്ത് മുസാഫഹത്ത് ചെയ്യുമെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും 50 സ്വലാത്ത്. നിങ്ങൾ നേരത്തെ കൈ ഉയർത്തിയത് ആത്മാർത്ഥതയോടാണെങ്കിൽ ഈ 50 സ്വലാത്തും ചൊല്ലണം. ചൊല്ലോ ഒരു വോൾട്ടേജ് ഇല്ലല്ലോ, ചൊല്ലോ ഇൻഷാ അല്ലാഹ്. അതിനാണ് ഈ സദസ്സ് ഇവിടുത്തെ മുസ്ലിം ജമാഅത്ത് SYS ഒക്കെ 2 യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാം ദുആയിലുണ്ടാവണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.